രജിസ്ട്രാർ KS അനിൽകുമാർ ഒപ്പിട്ട ഫയലുകൾ മടക്കി VC നിയമിച്ച രജിസ്ട്രാർ മിനി കാപ്പൻ ഒപ്പിട്ട ഫയലുകൾ അംഗീകരിച്ചു. VCയുടെ നടപടികൾ അംഗീകരിക്കില്ലെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. ഫയലുകൾ ഒപ്പിടുന്നതിൽ മിനി കാപ്പന് സിൻഡിക്കേറ്റിന്റെ മുന്നറിയിപ്പ്. അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന ആവശ്യം. ആരോഗ്യ മേഖല തകർന്നതുപോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയും തകരുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പരീക്ഷാ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചതോടെ എഞ്ചിനീയറിംഗ് പ്രവേശന നടപടികളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇന്ന് തുടങ്ങിയേക്കും. മാർക്ക് ഏകീകരണത്തിന് പുതിയ രീതി നടപ്പാക്കുന്ന കാര്യത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ സംശയം ഉന്നയിച്ചു മന്ത്രിമാർ. വിദ്യാർത്ഥികൾക്ക് നീതി നടപ്പാക്കാനാണ് ശ്രമിച്ചതെന്ന് മന്ത്രി R ബിന്ദു. പുതിയ റാങ്ക് പട്ടികയ്ക്കെതിരെ വ്യാപക പരാതി. സ്റ്റേറ്റ് സിലബസ് വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയെ സമീപിച്ചേക്കും. പ്രധാനമന്ത്രി കുസും യോജന പദ്ധതിയിൽ വെട്ടിപ്പെന്ന ആരോപണം. പദ്ധതിയിൽ 100 കോടി രൂപയുടെ അഴിമതി നടന്നുവെന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. വിഷയം നിയമസഭാ സമിതി അന്വേഷിക്കണം. ക്രമക്കേടിൽ വൈദ്യുതി മന്ത്രിക്ക് പങ്കെന്നും രമേശ് ചെന്നിത്തല. മന്ത്രിയുടെ നിർദ്ദേശമില്ലാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധ്യമല്ല എന്നത് പകൽ പോലെ വെളിവാകുന്ന ഒരു കാര്യമാണ്. ഗ്രേഡിംഗ് ഇല്ലാത്ത കമ്പനികൾ അടക്കം ഉയർന്ന തുകയിൽ കോൺട്രാക്ട് നൽകി വൻ വെട്ടിപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കണ്ണൂരിൽ റെയിൽവേ ട്രാക്കിൽ കോൺക്രീറ്റ് സ്ലാബ് കണ്ടെത്തിയത് വളപട്ടണം റെയിൽവേ സ്റ്റേഷന് സമീപം. അന്വേഷണം ആരംഭിച്ച റെയിൽവേ പോലീസ്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഇരുമ്പു കമ്പി വീണ് യാത്രക്കാർക്ക് പരിക്ക്. ഗുരുതര പരിക്കേറ്റത് 2 പേർക്ക്. നിർമ്മാണം നടക്കുന്നതിൽ സുരക്ഷാ വീഴ്ചയെന്നും ആരോപണം. വന്യജീവി ഭീതിയിൽ സംസ്ഥാനം. ഇടുക്കി കൊളുക്കുമലയിൽ കടുവയുടെ സാന്നിധ്യം. കടുവയുടെ ദൃശ്യങ്ങൾ പകർത്തി വിനോദസഞ്ചാരികൾ. ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന്. ചിന്നക്കനാലിൽ പുലിയുടെ ആക്രമണത്തിൽ നായയ്ക്ക് പരിക്കേറ്റു. കോഴിപ്പന്നക്കുടിയിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ച് ചക്കക്കൊമ്പൻ. വന്യമൃഗശല്യത്തിൽ പ്രദേശത്ത് പ്രതിഷേധം ശക്തം. വയസ്സായാൽ നേതാക്കൾ വിരമിക്കണമെന്ന RSS മേധാവി മോഹൻ ഭാഗവത്. പ്രായമായാൽ മറ്റുള്ളവർക്ക് വഴിയൊരുക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള സന്ദേശമെന്ന് പ്രതിപക്ഷം. ചെങ്ങന്നൂർ ഭാസ്കര കാരണവർ കേസ് പ്രതി ഷെറിൻ ജയിലിന് പുറത്തേക്ക്. ശിക്ഷാ ഇളവ് നൽകാനുള്ള മന്ത്രിസഭാ ശുപാർശയ്ക്ക് ഗവർണർ അനുമതി നൽകി. ഷെറിനൊപ്പം മറ്റ് 10 പേർക്കും ഇളവ്. ഷെറിൻ നിലവിൽ പരോളിൽ. തൃശൂർ പഴയന്നൂർ കുമ്പളക്കോട് ആദിവാസി ഉന്നതിയിലെ കുടുംബങ്ങൾ ദുരിതത്തിൽ. കുടുംബങ്ങൾ കഴിയുന്നത് പ്ലാസ്റ്റിക് ഷീറ്റുകൾ വലിച്ചു കെട്ടിയ ഷെഡുകളിൽ. ശൗചാലയം അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല. ഉന്നതിയിൽ ദുരിതത്തിൽ കഴിയുന്നത് 14 കുടുംബങ്ങൾ. ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ട് ഭേദപ്പെട്ട നിലയിൽ. 1ാം ദിനം കളി അവസാനിപ്പിച്ചത് 4 വിക്കറ്റ് നഷ്ടത്തിൽ 251 റൺസിൽ. 99 റൺസുമായി ജോ റൂട്ടും 39 റൺസുമായി ബെൻ സ്റ്റോക്സും ക്രീസിൽ.